എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ ബിയലാണെങ്കിൽ ബിറ്റിനെ അടുത്ത് വന്നിട്ട് പറയുന്നതാണ്, നീ ഒരിക്കലും ഈ കേസ് വാദിക്കരുത്, പകരം അവനെ വേഗം തന്നെ ഹെല്ലിലോട്ട് പറഞ്ഞു വിടാൻ. ഇത് കേൾക്കുന്നേ നമ്മുടെ ബിറ്റിനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അതേസമയം തന്നെ വേറൊരു സംഭവം നടക്കും. അതായത് നമ്മുടെ ഇളയ ചെറുക്കനില്ലേ, അവനിപ്പോ ജയിലിലായിരുന്നു. അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂത്തവന്റെ ആൾക്കാർ ട്രൈ ചെയ്യും. അങ്ങനെ അവന് നല്ലതുപോലെ പരിക്ക് പറ്റും. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ബിറ്റിനെ നേരെ കോർട്ടിൽ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ പറയും, ഇന്ന് ട്രയൽ നടക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ വിറ്റ്നസിന് അപകടം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ട്രയൽ ക്യാൻസലാണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ദാവോണാണെങ്കിൽ നേരെ ആ ഇളയവനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. എന്നാൽ അവനാണെങ്കിൽ ഇപ്പൊ പരിക്ക് പറ്റിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ പറയും, എനിക്ക് മൊഴി പറയാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ എന്റെ ചേട്ടന്റെ ആൾക്കാർ എന്നെ കൊന്നു കളയോന്നും പറഞ്ഞ് അവൻ നല്ല പേടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ദാവോൺ ബിറ്റിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നയാ. അവിടെ ദാവോൺ ചോദിക്കും, അല്ല നീ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിലും ആ മൂത്തവൻ എങ്ങനെയാ നിന്നെ ജഡ്ജാക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത് എന്ന്. അപ്പൊ നമ്മുടെ ബിറ്റിനെ ആണെങ്കിൽ ഒരു കാര്യം പറയും, അതൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അവൾ ഓൾറെഡി ഈ മൂത്തവനെ കാണാൻ ചെന്നിട്ട് അവന്റെ അടുത്ത് പറയും, നിന്റെ കേസ് ഞാൻ വാദിക്കാം, നിന്നെ ഞാൻ പുറത്തിറക്കാം, പക്ഷെ നീ എന്നെ ജഡ്ജാക്കാൻ സമ്മതിക്കണം എന്ന്. എന്നാൽ അവൻ അതിലൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ബിറ്റിനെ ആണെങ്കിൽ പറയും, നിന്നെ ഞാൻ പുറത്തിറക്കി കഴിഞ്ഞാൽ നീ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുടെ ശരീരത്തിന്റെ പാർട്സ് എല്ലാം കൊണ്ട് തരണം, എനിക്കും ആ സാത്താനെ പോലെ ആവാൻ വേണ്ടിയിട്ടാ എന്ന്. എന്നാൽ അവൻ ഇതിന് സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മുടെ ബിറ്റിനെ പറയും, ഓക്കെ അത് നിന്റെ ഇഷ്ടം, എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാരെ കിട്ടുമെന്ന് പറഞ്ഞ് അവള് പോവാനായിട്ടിരുന്നതും ഈ മൂത്തവൻ അതിനങ്ങ് സമ്മതിക്കും. ഇതെല്ലാം നമ്മുടെ ബിറ്റിനെ ആണെങ്കിൽ ദാവോണിന്റെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം ട്രയൽ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ ട്രയലിൽ വെച്ചിട്ട് നമ്മുടെ ബിറ്റിനെ ആണെങ്കിൽ ഈ മൂത്തവൻ്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നിന്റെ ഫിംഗർ പ്രിന്റ് എല്ലാം ആ കത്തിയിൽ നിന്ന് കിട്ടിയായിരുന്നല്ലോ, അപ്പോൾ നീ തന്നെയല്ലേ സീരിയൽ കില്ലർ എന്ന്. ഇത് കേൾക്കുന്നേ അവൻ ജസ്റ്റ് ഒന്ന് ഷോക്കാകും. എങ്കിലും അവൻ ഓർക്കും, നമ്മുടെ ബിറ്റിനെ അവൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രയലിന്റെ സമയത്ത് ഞാൻ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, നീ അതിനനുസരിച്ച് ആൻസർ ചെയ്താൽ മതി എന്ന്. ഇവിടെ ആ മൂത്തവൻ പറയുന്നത് തന്നെ, ഞാൻ സീരിയൽ കില്ലറൊന്നും അല്ല, എന്റെ അനിയൻ തന്നെയായിരിക്കും എല്ലാവരെയും കൊന്നിട്ടുണ്ടാവുക, അവനൊരു ഡ്രഗ് അഡിക്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് ഒരിക്കലും ഈ കോർട്ട് വിശ്വസിക്കാനേ പാടില്ല എന്നൊക്കെ പറയും. അവന്റെ വക്കീലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ അനിയൻ കയറി വരും. അവൻ വന്നിട്ട് എല്ലാ സത്യവും വിളിച്ചു പറയാനായിട്ട് തുടങ്ങും. അതായത് ഇവന്റെ ചേട്ടൻ തന്നെയാണ് സീരിയൽ കില്ലർ എന്ന്. ഇവിടെയാണെങ്കിൽ ഇവൻ നമ്മളുടെ ആ ഡിറ്റക്റ്റീവിനെ കൊല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവൻ പറയും, ഡിറ്റക്റ്റീവിനെ കൊല്ലുന്ന സമയത്ത് ഞാനും അവരെ ഒരു തവണ കുത്തിയായിരുന്നു, എന്താന്ന് വെച്ചാൽ ഞാൻ നന്നായി പേടിച്ചു പോയി, എന്റെ ചേട്ടൻ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഞാനും പിടിക്കപ്പെടും എന്ന് ആലോചിച്ചിട്ട്. അതേപോലെ തന്നെ അവൻ പറയും, ഞാനാണെങ്കിൽ ഒരു കൊച്ചിനെ കൊല്ലുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന്. അതിനുശേഷം അവൻ ആ കുട്ടീനെ അടക്കിയ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് അവൻ അവന്റെ അമ്മേനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളുടെ അനിയൻ ഇരുന്ന് പറയും. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നതും അവിടെ നിൽക്കുന്ന ലോയർ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം, നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് തെളിവുണ്ടോ എന്ന്. അവിടെ നമ്മളുടെ അനിയൻ പറയും, യഥാർത്ഥത്തില് എന്റെ അമ്മേനെ കൊല്ലുന്ന വീഡിയോ ഈ ചേട്ടനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അതിപ്പോ മിസ്സിംഗ് ആണ് എന്ന്. ഇത് കേൾക്കുന്നത് ലോയർ പറയും, ഓക്കെ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒന്നിനും തെളിവില്ല, അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്നതും അനിയനും ഒന്നും പറയാനില്ലായിരുന്നു. അവൻ എല്ലാവരുടെ അടുത്തും സോറിയൊക്കെ പറയും. അതായത് ഇതുവരെ അവൻ എന്തിനൊക്കെയാണോ കൂട്ടു നിന്നത് അതിനെല്ലാം വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാവോണും ടീമും കൂടി ചേർന്നിട്ട് ആ വീഡിയോഗ്രാഫിന്റെ ഫുട്ടേജ് എല്ലാം തപ്പി ഇറങ്ങുന്നതാണ്. അവരവസാനം വേറെ ഒരു സീക്രട്ട് റൂം കണ്ടുപിടിക്കും. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ ഈ മൂത്തവനാണെങ്കിൽ ആരെയൊക്കെയാണോ കൊന്നത് അവരുടെ എല്ലാവരെയും കൊല്ലുമ്പോൾ ഉള്ള വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പോലീസുകാർക്ക് കിട്ടും. അതെല്ലാം ബിറ്റ്നിക്ക് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അവളെല്ലാം ഇരുന്ന് കാണും. അത് കാണുന്നേ നമ്മളുടെ ബിറ്റ്നിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ക്രൂരമായിട്ട് കൊല്ലുന്ന വീഡിയോസ് ആണ് ഉണ്ടായിരുന്നത്. എല്ലാവരും നമ്മളുടെ ഈ മൂത്തവൻ്റെ അടുത്ത് നല്ലതുപോലെ ക്ഷമ ചോദിക്കുന്നുണ്ട്, വെറുതെ വിടാൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും മൈൻഡ് ആക്കാണ്ടാണ് അവരെല്ലാവരെയും കൊല്ലുന്നത്. നമ്മുടെ ബിറ്റ്നിക്ക് സങ്കടം വന്നിട്ട് അവള് ഫിക്സ് ചെയ്യും, എന്തായിരുന്നാലും ഇവന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ട്രയൽ നടക്കുന്നതാ. അവിടെ നമ്മളുടെ ബിറ്റ്നി ആണെങ്കിൽ ഈ എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്യും. അവളാണെങ്കിൽ കോർട്ടിൽ പറയും, എന്തായിരുന്നാലും ഈ എവിഡൻസ് വെച്ചിട്ട് മൂത്തവൻ തന്നെയാണ് എല്ലാവരെയും കൊന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെന്ന്. അതിനെപ്പറ്റി അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവനും അത് സമ്മതിക്കും. അവൻ പറയും, അതെ ഞാൻ തന്നെയാണ് എല്ലാവരെയും കൊന്നത്, എനിക്ക് അവരെ എല്ലാവരെയും കൊന്നപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ അവിടെ നിൽക്കുന്ന ലോയർ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും, ഈ കേസെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ്, അതിനെയൊന്നും ഇപ്പോൾ ഈ കോർട്ടിൽ എടുത്ത് വെച്ചിട്ട് അതിന്റെ പേരിൽ ഇവന് ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. ഇവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന തന്നെ ഡിറ്റക്റ്റീവിനെ കൊന്നതിന്റെ പേരില്ല, എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള തെളിവ് ഇവിടെ ഇല്ലല്ലോ. എന്നാൽ നമ്മളുടെ ബിറ്റ്നെ പറയും, എത്രയൊക്കെ പറഞ്ഞാലും ഇവൻ തന്നെയാണ് ആ സീരിയൽ കില്ലർ, അപ്പോൾ അവൻ അതിന്റെ ശിക്ഷ കിട്ടിയേ പറ്റത്തുള്ളൂ. നമ്മളുടെ ഈ മൂത്തവൻ പറയാൻ തുടങ്ങും, നിങ്ങൾക്ക് ആർക്കും എന്റെ സ്റ്റോറി അറിയത്തില്ല, ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഫുഡില്ലാണ്ട് പട്ടിണി നടക്കുന്നത് തന്നെയാണ്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നുമല്ല, ഞാൻ ഇവരെല്ലാം കൊന്ന സമയത്ത് നല്ലതുപോലെ ആസ്വദിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എനിക്കിതുവരെ റിഗ്രറ്റ് പോലും തോന്നിയിട്ടില്ല എന്നൊക്കെ അവൻ ഭയങ്കര ഓപ്പൺ ആയിട്ട് വിളിച്ചു പറയും. അവനവിടെ പറയുന്നത് തന്നെ, എനിക്ക് എന്നെ തന്നെ
ഒരു ഗോഡിനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഞാനാണെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ എല്ലാവരെയും ആ കഷ്ടപ്പാടിൽ നിന്ന് മുക്തനാക്കിയില്ലേ, നിങ്ങളെല്ലാവരും പാവപ്പെട്ടവരാണ്, അവരെല്ലാവരും ഇപ്പോൾ ആ ഒരു ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ നമ്മളുടെ ഈ മൂത്തവൻ പറയും. ഇത് കേൾക്കുന്നേ അവിടെ നിൽക്കുന്നൊരു വയസ്സായ അപ്പൂപ്പന് സങ്കടം സഹിക്ക വയ്യാണ്ട് അയാളാണെങ്കിൽ ഈ മൂത്തവനെ എടുത്തിട്ട് അടിക്കാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ എല്ലാവരും അവരെ പിടിച്ചു മാറ്റും. അവിടെ നമ്മളുടെ ബിഗ്ന പറയും ഈ കേസുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വിറ്റ്നസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദാവോണിനെ ഇതിനകത്ത് അവന്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ട് ക്ഷണിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന ലോയർ പറയും ഈ സംഭവം ഒരിക്കലും ഈ കേസുമായിട്ട് റിലേറ്റഡ് അല്ല എന്ന്. എന്നാൽ നമ്മളുടെ ബിഗ്ന പറയും നിങ്ങൾ ഇനി എന്തെങ്കിലും ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഈ കോർട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുക എന്ന്. അങ്ങനെ നമ്മുടെ ദാവോൺ പറയാൻ തുടങ്ങും. അതായത് അവന്റെ എക്സ്പീരിയൻസ്, അവന്റെ വീട്ടിലെല്ലാവരും കൊന്ന സമയത്ത് ഇവനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു. അവിടെ ഈ മൂത്തവൻ വന്നിട്ട് പറയും നീ പുറത്തോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ പേരൻസിനെ കൊന്നു കളയൂ എന്ന്. ദാവോൺ പുറത്തു വരാൻ ഒരുങ്ങുന്നതും അവന്റെ അമ്മ വിളിച്ചു പോയി പറയും മോനെ പുറത്തോട്ട് വരരുതേ എന്ന്. അതുകൊണ്ടാണ് ദാവോൺ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ ആ ലോയർ പറയും ഈ കേസ് ഒരിക്കലും ഇതുമായിട്ട് റിലേറ്റഡ് അല്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിറ്റ്നിയാണെങ്കിൽ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ദാവോൺ പറയുന്നത് തന്നെ ഇയാൾക്ക് നല്ലൊരു ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റത്തുള്ളൂ, എല്ലാവരും ഇയാൾക്ക് ശിക്ഷ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇവിടുത്തെ കോടതിയെ നോക്കി ഇരിക്കുകയാണ്. ഒരിക്കലും ആ ഒരു പ്രതീക്ഷ വെറുതെ ആയി പോവരുത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ബിറ്റ്നിയാണെങ്കിൽ കോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ നേരത്ത് ആ ഏഞ്ചൽ ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ബിറ്റ്നിയാണെങ്കിൽ പറയും ബിയലിനെ കാണാൻ വന്നായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ എന്ന്. അപ്പോൾ നമ്മളുടെ ഏഞ്ചൽ പറയും അങ്ങനെയാണെങ്കിൽ നീ അവനെ ഹെല്ലിലോട്ട് തന്നെ പറഞ്ഞു വിട്. എന്നാൽ നമ്മുടെ ബിറ്റ്ന പറയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാവോണിന് ഭയങ്കര സങ്കടമാവത്തില്ലേ എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ഏഞ്ചലിനെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇപ്പം നമ്മളുടെ ബിറ്റ്നിയാണെങ്കിൽ ഒരു ഉറച്ച തീരുമാനം തന്നെ എടുത്തിരിക്കുന്നത്. അവൾ അങ്ങനെ അവളുടെ കൂടെ ഉള്ള ആൾക്കാരുടെ എല്ലാം പറയാൻ തുടങ്ങും. അതായത് ഇവളാണെങ്കിൽ ആ മൂത്തവന് ശിക്ഷ കൊടുക്കാൻ പോവുകയാണ്, എന്നിട്ട് അവള് ഹെല്ലിലോട്ട് പോകുക എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പറയും ദാവോൺ അവന്റെ പേരൻസിനെ നഷ്ടപ്പെടുത്തി, അതേപോലെ തന്നെ ഇതിന്റെ പേരിൽ നിന്നെ നഷ്ടപ്പെടുക എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് സങ്കടമാവത്തില്ലേ. എന്നാൽ നമ്മുടെ ബിഗ്ന പറയും ഇതിനെപ്പറ്റി ആരും തന്നെ ദാവോണിന്റെ അടുത്ത് ഒരു കാര്യം പോലും പറയണ്ട എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ബിഗ്ന ദാവോണെ കാണാൻ വരുന്നതാണ്. അവള് ചോദിക്കും അല്ല എനിക്കൊരു കാര്യം അറിയണം, നാളത്തെ ആ കേസിൽ ഞാൻ എന്ത് ശിക്ഷ കൊടുത്താലും നീ എൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കോ, നിനക്ക് സന്തോഷമാവുമോ? അപ്പോൾ അവൻ പറയും ഇത്രയും നാളും കൊന്ന എല്ലാ സീരിയൽ കില്ലിങ്ങിൻ്റെ സംഭവങ്ങളെല്ലാം എക്സ്പയർ ആയി പോയില്ലേ, നീ ഏത് ശിക്ഷ കൊടുത്താലും എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്, നീ എനിക്ക് അനുസരിച്ച് മാത്രമേ ശിക്ഷ കൊടുക്കത്തുള്ളൂ എന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബിഗ്നയ്ക്ക് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ബിഗ്ന വന്നിട്ട് കോർട്ടിൽ പറയും അതായത് ഇതുവരെ നടത്തിയ എല്ലാ സീരിയൽ കില്ലിങ്ങിൻ്റെയും ആ ഒരു എക്സ്പയറി ടൈം കഴിഞ്ഞു, എങ്കിലും അവൻ തന്നെയാണ് സീരിയൽ കില്ലർ ജെ എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഡിറ്റക്റ്റീവ് കിമ്മിനെ കൊന്നതും ഇവൻ തന്നെയാണെന്ന് കോർട്ടിന് മനസ്സിലായിട്ടുണ്ട്. പോരാത്തതിന് അവനാണെങ്കിൽ എല്ലാവരെയും കൊന്നില്ലേ, അവരുടെ എല്ലാവരുടെയും റിലേറ്റീവ്സ് എല്ലാം ഇപ്പോഴും സങ്കടത്തിലാണ്. അതിന്റെ അർത്ഥം അവനാണെങ്കിൽ ഇതിനുള്ള ശിക്ഷ കിട്ടിയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ബിഗ്നയാണെങ്കിൽ ഇവന് വധശിക്ഷയാണ് വിധിക്കുന്നത്. ഇത് കേൾക്കുന്ന അവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നല്ലതുപോലെ ബഹളം വെക്കാൻ തുടങ്ങും. അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. ഇവരുടെ സന്തോഷം കണ്ടിട്ട് നമ്മളുടെ ബിഗ്നയും നല്ല ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ദാവോണിനെ കാണാൻ വേണ്ടിയിട്ട് ബിഗ്ന വരുന്നതാ. അവൻ ഇവളെ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും ഒരുപാട് നന്ദിയുണ്ട് നീ അവന് ഇങ്ങനൊരു ശിക്ഷ കൊടുത്തതില് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഇളയവനാണെങ്കിൽ കോർട്ട് 5-6 വർഷത്തേക്കുള്ള ശിക്ഷ കൊടുക്കുന്നതാണ്. എന്താന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഇതിനെല്ലാത്തിനും കൂട്ടു നിന്നില്ലായിരുന്നു. അങ്ങനെ അവനെ ആണെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകാൻ നേരത്തെ നമ്മളുടെ ബിഗ്നയെ കാണുന്നതും അവൻ ബിഗ്നയുടെ കയ്യിലായിട്ട് ഒരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവളുടെ അടുത്ത് എന്തോ ഒരു സീക്രട്ടും പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ ലാൻഡ് ലേഡീനെയാണ്. അവരാണെങ്കിൽ ആ മൂത്തവനെ കാണാൻ വന്നിരിക്കുക. എന്നിട്ട് ചോദിക്കും നീ എന്തിനാ എൻ്റെ മോനെ കൊന്നത് എന്ന്. എന്നാൽ ഇവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് പാവപ്പെട്ടതായിരുന്നില്ലേ, അപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കേണ്ട ഒരാളുടെ എണ്ണം കുറയത്തില്ലേ, അതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന്. എന്നാൽ അവർ പറയും നിന്നെ ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന മൂത്തവൻ പറയും നിങ്ങളുടെ ക്ഷമയൊക്കെ ആർക്ക് വേണം, ഞാനിവിടെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, എനിക്കിവിടെ നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല കെയർ കിട്ടുന്നുണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്ന ആ ലാൻഡ് ലേഡിക്ക് ഭയങ്കര സങ്കടം വരും. അവരവിടെ കിടന്ന് ബഹളം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ബിഗ്നയാണെങ്കിൽ ഈ ലാൻഡ് ലേഡിനെ കണ്ടിട്ട് അവരുടെ കയ്യിലായിട്ട് ആ ലെറ്റർ കൊടുക്കുന്നതാ. യഥാർത്ഥത്തിൽ നമ്മളുടെ ഇളയവനാണെങ്കിൽ ആ ചെറുക്കൻ മരിച്ച സ്ഥലത്തായിട്ട് ചെന്നപ്പോൾ അവിടെയായിട്ട് ഇവനൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയതാ. അങ്ങനെ ആ ലാൻഡ് ലേഡി അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തായിട്ടൊരു ലെറ്റർ ഉണ്ട്. അതിൽ ആ ചെറുക്കൻ എഴുതിയിരിക്കുന്നതന്നെ ഞാൻ വലുതായി കഴിഞ്ഞാൽ അമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടാൻ വിടത്തില്ല എന്നാണ്. അക്കൂട്ടത്തിൽ തന്നെ ഒരു ലോഷനും ഉണ്ടായിരുന്നു. ഇത് കാണുന്ന അവർ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കരമായിട്ടും കിടന്ന് കരയാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആ ഇളയവനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ അവൻ്റെ അമ്മേനെ കൊന്ന ആൾക്കാർക്ക് ശിക്ഷയും
രൂപയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവൻ ആ ചെറുക്കന്റെ ലെറ്റർ അവന്റെ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഇളയവനാണെങ്കിൽ ആ ലെറ്റർ ഇത്രയും നാളും സൂക്ഷിച്ചു വെക്കാനുള്ള റീസൺ തന്നെ അവന്റെ അമ്മയാ. അവൻ ഈ ലെറ്റർ കാണുമ്പോഴല്ല അവന്റെ അമ്മേനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെല്ലാം പൂർത്തിയാക്കിയതുകൊണ്ട് തന്നെ അവനങ്ങ് സൂയിസൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ മൂത്തവനെയാ. അവനാണെങ്കിൽ ഇപ്പൊ ഒരു സീക്രട്ട് പേപ്പർ കിട്ടും. അതിനകത്ത് ഇവൻ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ഉണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് പോലീസിന്റെ അടുത്ത് പറയും എനിക്ക് എന്റെ അനിയന്റെ ഫ്യൂണറലിന് പോകണമെന്നും പറഞ്ഞിട്ട് അവൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതും കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബിറ്റ്നേനെയാണ്. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹെല്ലിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ബിറ്റ്ന പറയും എനിക്ക് കുറച്ചുകൂടി സമയം വേണം, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സറണ്ടർ ആയിക്കൊള്ളാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബിറ്റ്ന നേരെ വരുന്നത് തന്നെ ദാവോണിനെ കാണാൻ വേണ്ടിയിട്ടാ. അവൾ അവിടെ വന്നിട്ട് ദാവോണിന്റെ അടുത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയും, അതായത് നിന്നെ ഞാൻ എല്ലായിടത്തു നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, എങ്കിലും എനിക്കിനി അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. അപ്പൊ നമ്മളുടെ ദാവോൺ പറയും ഞാൻ കേട്ടായിരുന്നു നിനക്ക് ട്രാൻസ്ഫർ ആയി എന്ന്, എങ്കിലും നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ കാണാൻ വന്നോളാം എന്ന് പറയും. ഇവിടെ നമ്മളുടെ ബിറ്റ്നിയാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകും. എന്നാൽ നമ്മളുടെ ദാവോണിന് മനസ്സിലാവത്തേ ഇല്ല അവളിത് അവസാനമായിട്ടാണ് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകുന്നത് എന്ന്. അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഇളയവന്റെ ഫ്യൂണറൽ നടക്കുന്നതാണ്. അവിടെ നമ്മളുടെ മൂത്തവൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവനാണെങ്കിൽ സ്തക്കം കിട്ടുന്നതും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. പോലീസുകാരല്ല ഇതറിയും, അവരെല്ലാം ഇവനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ബിറ്റ്നിയാണെങ്കിൽ ആ ഡീമനെ കാണാൻ വേണ്ടിയിട്ട് വരും, അവളുടെ ജീവൻ എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്നാൽ അതേ സമയം തന്നെ നമ്മളുടെ അസിസ്റ്റന്റ് പെണ്ണും അസിസ്റ്റന്റും ഒക്കെ ചേർന്നിട്ട് വേഗം തന്നെ വന്ന് നമ്മളുടെ ദാവോന്റെ അടുത്ത് ഇക്കാര്യം പറയും, നിനക്ക് വേണ്ടിയിട്ട് ബിറ്റ്ന അവളുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യാൻ പോവുക എന്ന്. ഇതറിഞ്ഞ ദാവോൺ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ, അവൻ വേഗം തന്നെ ബിറ്റ്നെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടിച്ചെല്ലും. എന്നാൽ അവൻ എത്തുന്നതും സമയം ഒരുപാട് വൈകി പോയായിരുന്നു. നമ്മളുടെ ബിറ്റ്ന ഓൾറെഡി കുത്തേറ്റ് അവിടെ കിടക്കുവാണ്. നമ്മളുടെ ബിറ്റ്ന അവളുടെ അവസാന ശ്വാസം എടുക്കും. പെട്ടെന്ന് തന്നെ ദാവോൺ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരും. ഡോക്ടേഴ്സ് എല്ലാം അവളെ രക്ഷിക്കാൻ നോക്കും. എന്നാൽ അവളെ രക്ഷിക്കാൻ പറ്റത്തില്ല, നമ്മളുടെ ബിറ്റ്നെ അവിടെ മരിച്ചു പോകും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദാവോൺ ആണെങ്കിൽ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് നമ്മളുടെ ബിറ്റ്നയുടെ ഫ്യൂണറൽ അല്ല, പകരം നമ്മളുടെ ആ ഏഞ്ചലിന്റെ ഫ്യൂണറലാണ് എന്ന്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവിടെ നമ്മളുടെ ബിറ്റ്ന മരിച്ചു എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ദാവോൺ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടായിരുന്നു. അവൻ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മളുടെ ബിറ്റ്നയാണെങ്കിൽ ആ സമയം കൊണ്ട് അവളുടെ ഹെല്ലിൽ എത്തിയായിരുന്നു. ഹെല്ലിൽ അവൾക്ക് വേണ്ടിയിട്ട് ബിയയിൽ കാത്തു നിൽക്കുവാണ്. അവൻ പറയും ഞാൻ നിനക്കൊരു അവസരം തന്നതാണ്, നീയാണ് അതിനെ വേണ്ടാന്ന് വെച്ചത് എന്ന്, അതുകൊണ്ട് തന്നെ നീ ഇനി എന്നേക്കുമായി മരിച്ചു പോകാൻ പോവുക. നമ്മളുടെ ബിറ്റ്നെ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഹെല്ലിന്റെ ആ വാതിലിന്റെ അടുത്തോട്ട് നടക്കുന്നതും അവിടെയായിട്ട് നമ്മളുടെ ഏഞ്ചൽ വരും. അവർ വന്നിട്ട് പറയും ഞാനിവിടെ വന്നിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു മെസ്സഞ്ചർ ആയിട്ടാണ്, ദൈവം ബിറ്റ്നയിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്, ബിറ്റ്നെ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സമാധാനം കിട്ടിയില്ലേ, അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് അവളെ വെറുതെ വിടണമെന്നാണ്. ബിയേലിന്റെ ബോസ് ആയിട്ടുള്ള ലൂസിഫർ പോലും ദൈവം പറയുന്നത് തന്നെയാണ് കേൾക്കുന്നത്, അപ്പോൾ നീയും കേൾക്കാൻ ബാധ്യസ്ഥനാണ് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഈ ഏഞ്ചൽ അവന് ഓർഡർ കൊടുക്കും. ബിയേൽ അങ്ങനെ നമ്മളുടെ ബിറ്റ്നെ വെറുതെ വിടും. ബിറ്റ്നെ ചോദിക്കും അല്ല നിങ്ങൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറയും പിന്നില്ലേ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ ബിറ്റ്നെ ചോദിക്കും നിങ്ങൾ എന്നോട് പറഞ്ഞത് തന്നെ ആ മൂത്തവനെ ഹെല്ലിലോട്ട് പറഞ്ഞു വിടാനല്ലേ. അപ്പോൾ നമ്മളുടെ ഏഞ്ചൽ പറയുന്നത് അത് നിനക്കുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു, നീയാണെങ്കിൽ നിന്റെ ലൈഫ് തന്നെ കൊടുത്തിട്ടല്ലേ ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സന്തോഷിച്ച് അവിടെ നിന്നങ്ങ് പിരിയും. നമ്മളുടെ ഈ ഏഞ്ചലാണ് ബിറ്റ്നെ തിരിച്ച് ഭൂമിയിലോട്ട് പറഞ്ഞു വിടുന്നത്. അവളുടെ വയറ്റിലുള്ള മുറിവും അവർ തന്നെ ഉണക്കി കൊടുക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദാവോൺ അവിടെ നിന്ന് കരയാൻ നേരത്ത് അവൻ്റെ കണ്ണുനീര് അവളുടെ മുഖത്ത് വീഴുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിറ്റ്നെ എഴുന്നേക്കുന്നതാണ്. അത് കാണുന്നേ നമ്മുടെ ദാവോൺ ഷോക്കായി പോവും. ബിറ്റ്നെ എടുത്ത് പറയും നീ റെസ്റ്റ് എടുക്കുക എന്ന്. എന്നാൽ ബിറ്റ്നെ അവിടെ അവളുടെ വയറ് പൊക്കി നോക്കിയിട്ട് പറയും ഞാനിപ്പോൾ ഫുള്ളി ഹീലായി, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ മൂത്തവനെ കാണിക്കും. അവനിപ്പോൾ രക്ഷപ്പെട്ട് അവിടെ നിന്ന് ഓടുകയല്ലേ. അതേപോലെ തന്നെ അവൻ്റെ വക്കീലിനെ കാണും. അയാളാണ് നമ്മളുടെ ഈ മൂത്തവനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അയാൾക്ക് കുറച്ച് ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മൂത്തവൻ ഈ വക്കീലിനെ കാണുന്നതും അവനെ അങ്ങ് കൊന്നു കളഞ്ഞിട്ട് അവൻ്റെ കാറും എടുത്താണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഇതെല്ലാം നമ്മളുടെ ദാവോൺ അറിയും. അവൻ വേഗം തന്നെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് ഒരുങ്ങും. നമ്മളുടെ ബിറ്റ്നെയും അവൻ്റെ കൂടെ കൂടും. അപ്പോൾ നമ്മളുടെ ദാവോൺ ചോദിക്കും നീ അവനെ കൊല്ലാൻ പോകുവാണോ എന്ന്. ബിറ്റ്നെ ചോദിക്കും നിനക്കതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ ദാവോൺ പറയും എനിക്കൊരു പ്രശ്നമില്ല, പക്ഷേ ഞങ്ങളുടെ ടീം അവനെ തേടാൻ വേണ്ടിയിട്ട് പോവുക, അവനെ വേഗം തന്നെ കണ്ടുപിടിക്കുമെന്ന്. എന്നാൽ ബിറ്റ്നെ പറയുന്നത് നിങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഞാനെല്ലാം സെറ്റാക്കിക്കോളാം എന്നാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബിറ്റ്നെ ആണെങ്കിൽ അവളുടെ ആ ടീംമേറ്റ്സിന്റെ കൂടെ ചേർന്നിട്ട് നമ്മളുടെ ഈ മൂത്തവനെ കോൾ ചെയ്യുന്നതാണ്. അതായത് അവൻ്റെ പാസ്പോർട്ടിൽ എന്തോ ഇഷ്യൂ ഉണ്ട് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അവൻ വേഗം തന്നെ അവൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലായിട്ട് വരും. അതേസമയം തന്നെ നമ്മുടെ ദാവോണും ടീമും ആണെങ്കിൽ ആ വക്കീലിനെ കൊന്നിട്ടില്ലേ ആ സ്ഥലം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ബിറ്റ്നെ ആണെങ്കിൽ ഈ മൂത്തവന് വേണ്ടിയിട്ട് അവൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റ് ചെയ്യും. ഇവളെ കാണുന്നത് മൂത്തവൻ അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മളുടെ ബിറ്റ്നെ പറയും
ഇതൊന്നും അല്ല, നിന്നെ ഞാൻ യഥാർത്ഥ ശിക്ഷ എന്താന്ന് കാണിച്ചു തരാൻ പോകുന്നതേ ഉള്ളൂ എന്ന്. അങ്ങനെ അവനെ കൊണ്ട് അവള് നേരെ വരുന്നത് ഒരു കാട്ടിലായിട്ടാണ്. അവള് പറയും, നീ ഇതുവരെ ആരെയൊക്കെ കൊന്നോ അവരെ എല്ലാവരെയും നീ എൻജോയ് ചെയ്തല്ലേ കൊന്നത്, ഇനി ഞാൻ എൻജോയ് ചെയ്ത് നിന്നെ വേട്ടയാടാൻ പോവുക എന്നും പറഞ്ഞിട്ട് അവന് ഓടാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കും. എന്നിട്ട് അവന് നേരെ നമ്മളുടെ ബിറ്റിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവസാനം അവനെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്യും. ഇവൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുമെങ്കിലും ഒന്നും നടക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബിറ്റിനെ അവനെ നേരെ തന്നെ ഹില്ലിലായിട്ട് കൊണ്ടുവരുന്നതാണ്. അവിടെ വന്നിട്ട് അവള് പറയും, ഇതാണ് എൻ്റെ സാമ്രാജ്യം, ഇവിടെ വെച്ചിട്ട് നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. നോക്കുമ്പോൾ അവൻ്റെ അച്ഛൻ തന്നെയാണ്. എന്നിട്ട് പറയും, നിങ്ങൾ രണ്ടൊരു ഫൈറ്റ് ചെയ്യും, ആരാണോ ജയിക്കുന്നത് അവർക്ക് ഞാൻ റിവാർഡ് തരുന്നതായിരിക്കും എന്ന്. അപ്പോൾ ഇവൻ പറയും, ഈ കളവൻ്റെയോട് അടി കൂടാനാണോ നീ എൻ്റെ അടുത്ത് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇതവൻ്റെ അച്ഛനല്ലായിരുന്നു, പകരം നമ്മുടെ സാത്താൻ തന്നെയാണ്. സാത്താൻ്റെ കൂടെ അടി കൂടി ഇവന് ജയിക്കാനൊന്നും പറ്റത്തില്ല. അവസാനം സാത്താൻ ഇവൻ്റെ തല തന്നെ വെട്ടി അങ്ങ് മാറ്റും. എന്നാൽ ഇവൻ്റെ തലയ്ക്ക് ഇപ്പോഴും ജീവനുണ്ടായിരുന്നു. അവനവിടെ കിടന്ന് സൗണ്ടും കാഴ്ചകളും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബിറ്റിനെ പറയും, ഒന്നും അല്ല, നിനക്ക് ഞാൻ ഇനി അടുത്ത പണിഷ്മെന്റ് തരാൻ പോകുമെന്നും പറഞ്ഞിട്ട് ഇവനെയും കൊണ്ട് നേരെ വരുന്നത് നമ്മളുടെ ദാവോന്റെ വീട്ടിലായിട്ടാണ്. അവിടെ വന്നിട്ട് നമ്മളുടെ ബിറ്റിനെ പറയും, നീ ആണെങ്കിൽ ഈ ലോകത്തിൽ തന്നെ എനിക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളുടെ ഫാമിലി മെമ്പേഴ്സിനെയാണ് ഇങ്ങനെ കൊന്നത്. അപ്പോൾ നിനക്കും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ബിറ്റിനെ അവനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. അവന്റെ ഓരോ ബോഡി പാർട്സിനെ അവളെ കട്ട് ചെയ്ത് മാറ്റും. ഇതെല്ലാം കണ്ടിട്ട് നമ്മളുടെ ഈ മൂത്തവനാണെങ്കിൽ വേദന കൊണ്ട് പൊളയുമായിരുന്നു. അവള് പറയും, ഇത്രയൊന്നും നിനക്ക് ശിക്ഷ തന്നാൽ പോരാന്ന് പറഞ്ഞിട്ട് അവള് നേരെ അവനെ കൊണ്ടുവരുന്നത് ഇവരെവിടാണോ നിന്നത് അതേ സ്ഥലത്തേക്ക് തന്നെയാണ്. എന്നിട്ട് ചോദിക്കും, നിനക്ക് അവരുടെ അടുത്തൊന്നും മാപ്പ് ചോദിക്കണോ എന്നില്ലേ എന്ന്. ഇവൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിറ്റിനയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്ന് ക്ഷമ ചോദിക്കും. അപ്പോൾ അവള് പറയും, നിന്റെ മുമ്പിൽ ബാക്കിയുള്ളവർ ഇതേപോലെ തന്നെ ചെയ്തത്, എന്നിട്ട് നീ അവരുടെ അടുത്ത് ദയൊന്നും കാണിച്ചില്ലല്ലോ, നീ അവരുടെ അടുത്ത് എല്ലാം ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അപ്പം തന്നെ അവിടെ ഇരുന്ന് ക്ഷമ ചോദിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ബിറ്റിനെ അവനെ എഴുതിട്ട് അടിച്ച് ശരിയാക്കി അവന്റെ നെഞ്ചത്തായിട്ട് അവളുടെ വാളില്ലേ അത് കുത്തിയങ്ങ് ഇറക്കും. എന്നിട്ട് അവനെ നേരെ ഹെല്ലിലോട്ട് പറഞ്ഞങ്ങ് വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ ദാവോണും അവന്റെ ടീമും എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളുടെ ഈ മൂത്തവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന് നോക്കുമ്പോൾ അവൻ അവിടുത്തെ ഒരു മരത്തിലായിട്ട് ഹാങ് ചെയ്ത് കിടക്കുവാണ്. അതേപോലെ തന്നെ അതിന് മുമ്പിലായിട്ട് എല്ലാ കോഫിൻസും ഉണ്ട്. അതായത് അവൻ ഇത്രയും നാളും ആരെയൊക്കെയാണോ കൊന്നത് അവരുടെ എല്ലാവരുടെയും ബോഡി പാർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുള്ള കുറേ ശവപ്പെട്ടികൾ. ഇത് കാണുന്നതും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും, അതായത് ആരാണോ ഇവനെ കൊന്നത് അവരാണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രതികാരമാണ് ചെയ്തിരിക്കുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ബിറ്റ്നി ആണെങ്കിൽ അടുത്ത ദിവസം നമ്മളുടെ ഏഞ്ചലിന്റെ ഫ്യൂണറലില്ലേ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ച് ആസ്വദിക്കുന്നതാണ്. അവളുടെ ടീംമേറ്റ്സിന് എല്ലാവർക്കും നമ്മളുടെ ബിറ്റ്നെ തിരിച്ചു വന്നതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിറ്റ്നെ വന്നിട്ട് ആ ഏഞ്ചലിന്റെ ആ ഒരു ഫോട്ടോ ഇല്ലേ അതിന് മുമ്പിൽ വന്നിട്ട് പറയും, ഒരുപാട് നന്ദിയുണ്ട്, നിന്നെ ഇനി വേറെ രൂപത്തിൽ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ആ ഏഞ്ചൽ ഉടനെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിറ്റ്നെയും ദാവോണും കൂടി മീറ്റ് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ അവള് പറയും, എനിക്ക് എന്തായിരുന്നാലും ഒരു ടൈം കഴിഞ്ഞാൽ ഇനി തിരിച്ചു പോയേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ദാവോൺ പറയും, നീ പോവരുത്, അഥവാ നീ പോയാലും എന്നെയും കൂടി നീ കൊണ്ടുപോകണേ എന്ന്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ബിയലാണെങ്കിൽ ബിറ്റ്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയും, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ നിന്റെ ഈ ഒരു കാര്യത്തിൽ ഒരു ഏഞ്ചലിനെ ഇൻവോൾവ് ആക്കുമെന്ന്. എങ്കിലും ഞാൻ സന്തോഷത്തിലാണ്. നിന്നെ ഏത് ടാസ്ക് ആണോ ഏൽപ്പിച്ചത് നീ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലേ, നിനക്കിനി ഹെല്ലിലോട്ട് തിരിച്ചു വരാം, നിനക്ക് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനും പറ്റും. അപ്പം നമ്മളുടെ ബിറ്റ്നെ അങ്ങോട്ടൊരു കാര്യം ചോദിക്കും, അതായത് 3 വർഷത്തേക്ക് അവൾ ഈ ഭൂമിയിൽ അവളുടെ ജോലിയിൽ നിന്നൊക്കെ മാറി ഒന്ന് നിന്നോട്ടെ എന്ന്. ഇത് കേൾക്കുന്ന ബിയേൽ അതിന് സമ്മതിച്ചു കൊടുക്കും. അപ്പം നമ്മളുടെ ദാവോൻ്റെ അടുത്തത് പറയുമ്പോൾ അവൻ ചോദിക്കും, 3 വർഷം മാത്രമേ ഉള്ളോ എന്ന്. അപ്പം നമ്മളുടെ ബിറ്റ്നെ പറയും, മനുഷ്യന്മാരെ എല്ലാവരും ഇതേപോലെ തന്നെയല്ലേ ചെയ്യുന്നത്, ഒരിക്കലും നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റത്തില്ല നമ്മളെപ്പോഴും കൂടെ കാണും എന്ന്. എങ്കിലും അവര് വെറുതെ ഒരു സത്യമല്ലേ ചെയ്യുന്നത്, എങ്കിൽ ഞാനിവിടെ ഗ്യാരണ്ടി പറയുവാണ്, ഞാൻ 3 വർഷം നിന്റെ കൂടെ കാണും എന്ന്. നമുക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബിറ്റ്നി ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന കോഫി അവൻ്റെ ഷൂസിലായിട്ടങ്ങ് ഒഴിക്കും. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഓക്വേർഡ് മൊമെന്റിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ബിറ്റ്നിക്കാണെങ്കിൽ അവളുടെ ട്രാൻസ്ഫർ കിട്ടുന്നതാണ്. അങ്ങനെ അവളുടെ ഈ സ്ഥലത്ത് നിന്ന് തന്നെ മാറി പോവുക. അവിടെ നമ്മളുടെ ദാവോൺ അവളുടെ അടുത്ത് പറയും, ഞാൻ നിന്നെ കൊണ്ടാക്കാം എന്ന്. എന്നാൽ നമ്മുടെ ബിറ്റ്നെ വേണ്ട എന്ന് പറയും. അവിടെ അവൾ എല്ലായിടത്തും ബായിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനൊരുങ്ങും. അങ്ങനെ നമ്മുടെ ബിറ്റ്നി ആണെങ്കിൽ അവളുടെ ആ ട്രാൻസ്ഫർ ആയ സ്ഥലത്ത് 2 വർഷം അവൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. അവളവിടുത്തെ കുറേ കേസസ് ഒക്കെ വാദിക്കും. അതേപോലെ തന്നെ നമ്മുടെ ദാവോൺ എപ്പോഴും അവളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. രണ്ടുപേരും നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും രണ്ടുപേരും നല്ല ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ബിറ്റ്നിക്കൊരു കോൾ വരും, അവൾക്ക് വീണ്ടും സിയോളിലോട്ട് ട്രാൻസ്ഫർ ആയി എന്ന്. അത് കേൾക്കുന്ന അവൾക്ക് നല്ല സന്തോഷമാവും. അങ്ങനെ നമ്മളുടെ ബിറ്റ്ന നേരെ സിയോളിലോട്ട് വരും. അവൾ മിസ്സായ എല്ലാവരുടെയും കൂടെ നല്ലതുപോലെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അവൾക്ക് നല്ല മിസ്സിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദാവോണിൻ്റെ കൂടെ അവൾ നല്ലതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും.
അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ദാവുണ്ട് അനിയത്തി ഒരു ചെറുക്കൻ്റെ കൂടെ വരുന്നത് കാണും. അവനെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നമ്മളുടെ ബിറ്റ്നയ്ക്ക് മനസ്സിലാവുന്നത് അത് വേറെ ആരുമല്ല നമ്മളുടെ ആ ഏഞ്ചൽ തന്നെയാണെന്ന്. അവക്കാണെങ്കിൽ ഇത് കാണുന്നേ ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിറ്റ്നെ കാണാൻ വേണ്ടിയിട്ട് ബിയേല് വരുന്നതാണ്. അവൻ വന്നിട്ട് പറയും, ലൂസിഫർ നിനക്ക് വേറൊരു ഓഫർ കൂടി തന്നിട്ടുണ്ട്. ഒരു വർഷത്തില് നീ 10 പേരെ കൂടി കൊല്ലുവാണെന്നുണ്ടെങ്കിൽ നിന്നെ ഇവിടെ ഹ്യൂമൻ ബീയിങ് ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം എന്ന്. എന്നാൽ എനിക്ക് തോന്നുന്നില്ല നീ ഇത് അക്സെപ്റ്റ് ചെയ്യുമെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഹെല്ലിലെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളല്ലേ, നീ ഹെല്ലിലോട്ട് തന്നെ തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയും. ഇക്കാര്യം അറിയുന്നത് നമ്മളുടെ ബിറ്റ്ന നല്ല ഷോക്കായിരുന്നു. അവൾ ഇക്കാര്യം വന്നിട്ട് നമ്മളുടെ ദാവോൻ്റെ അടുത്ത് പറയും. അവൻ്റെ അടുത്ത് പറയുന്നതും അവൻ പറയാൻ തുടങ്ങും, അല്ല നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നീ അത് മാത്രം ചെയ്താൽ മതി. ഇവിടെ നമ്മളുടെ ബിറ്റ്ന പറയുന്നത് തന്നെ, ഞാൻ അങ്ങനെ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വിക്ടിംസ് എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെടത്തില്ലേ എന്നാൽ നമ്മളുടെ ദാവോനോട് പറയും, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് മാത്രം നീ ചെയ്താൽ മതി എന്നാണ്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ബിറ്റ്നയ്ക്ക് നല്ല സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം ഒരു കേസ് ട്രയൽ നടക്കുന്നതാണ്. അവിടെയാണെങ്കിൽ ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ അസോൾട്ട് ചെയ്തതിന്റെ പേരിലാണ് കേസ് വന്നിരിക്കുന്നത്. എന്നാൽ ആ പെങ്കൊച്ചിന്റെ അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇവനാണെങ്കിൽ അതിന്റെ പേരിൽ ഒരു പശ്ചാത്താപവും ഇല്ല. ഇവനാണെങ്കിൽ നല്ല ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. ഇത് കാണുന്ന നമ്മളുടെ ബിറ്റ്നയ്ക്ക് നല്ല ദേഷ്യം വരും. അവള് ദേഷ്യം വന്നിട്ട് അവളുടെ കയ്യിലിരുന്ന ക്യാൻ തന്നെ ഞെക്കി പൊട്ടിക്കും. ഇവിടെ നമ്മളുടെ ബിറ്റ്നെ എന്ത് ചോയ്സ് ആയിരിക്കും എടുക്കാൻ പോകുന്നത്? അതായത് അവക്കിനി ദാവോണ്ടൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവൾ ഹ്യൂമൻ ഫോമിലോട്ട് മാറുമോ, അതോ അവള് ഈ ഒരു വർഷവും കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഹെല്ലിലോട്ട് പോവുമോ? ഇതിവിടെ ഒരു സസ്പെൻസ് ആയിട്ട് തന്നെ നിർത്തിയേക്കുന്നത്. അവളുടെ ഒരു എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അവൾ എന്തായിരുന്നാലും ഹെല്ലിലോട്ട് പോകുമെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോടതിക്ക് പോലും ശിക്ഷ കൊടുക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അവൾ അങ്ങനെ ഒരു കാര്യമായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു സസ്പെൻസോട് കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.